ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ AN വ്ളോഗ്സ്. എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ ട്രാവൽ വ്ളോഗാണ്, ടൂർ വീഡിയോയാണ്. അപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്നത് കോയമ്പത്തൂർ ആദിയോഗി, എല്ലാവർക്കും അറിയുണ്ടാവും, ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈശ്വരിക്കാണ്, ശിവൻ്റെ ആ ഒരു വലിയ അമ്പലത്തിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ടുള്ള ഇതിലാണ് ഞങ്ങൾ ട്രെയിനിലാണ് പോകുന്നത്. തൃശ്ശൂർക്ക് ബസ്സിൽ കയറിയിട്ട് അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ കയറി കോയമ്പത്തൂർ ഇറങ്ങി അവിടെ നിന്ന് ബസ്സിലാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 11 മണി, ഒരു 10:30 ആയപ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത്. ഫുഡ് കഴിച്ചതിന് ശേഷം അപ്പോൾ 1 മണിക്കുള്ള ട്രെയിനിലാണ് കയറിയത്. അപ്പോൾ ആ ട്രെയിനിലെ കാഴ്ചകളാണ് ഇതൊക്കെ, ട്രെയിനിലെ കാഴ്ചകളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ട്രെയിൻ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് കോയമ്പത്തൂർക്ക്, ഇവിടുന്ന് തൃശ്ശൂരിൽ. അപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ശബരിമലയ്ക്ക് പോകുന്ന തെലുങ്കും കന്നഡ തമിഴൊക്കെ ഭാഷയിലുള്ള കുറേ പേരുണ്ടായിരുന്നു. അവരനൊക്കെ ആയിട്ട് കമ്പനി ചെയ്യും ഉണ്ണി. അവനെടുത്താണ് ഈ വീഡിയോ കേട്ടോ. പുറത്തത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു തമിഴ്നാടും നമ്മുടെ കേരളയൊക്കെ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവുന്നു പ്രകൃതിയുടെ ഒരു ഇത്. പക്ഷേ സംഭവം കേരളം തമിഴ്നാടൊന്നും അറിയാൻ പറ്റില്ല, ഒരേപോലെ തന്നെയാണ് ക്ലൈമറ്റൊക്കെ. പക്ഷെ അവിടുത്തെ ഞങ്ങളവിടെ എത്തിയപ്പോൾ, ഞാൻ ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ പോണേട്ടോ. അച്ഛനൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് പോണത്. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ഇതുപോലത്തെ ക്ലൈമറ്റൊക്കെ തമിഴ്നാട്ടിലും ഏകദേശം സെയിമാണ്. പക്ഷേ അവിടെ ഓരോ നമ്മൾ വീട് പണിതെക്കുന്ന സ്റ്റൈലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടുത്തെ പണിയണ പോലെ എല്ലാവരും വേറൊരു രീതിയിലാണ് വീടൊക്കെ പണിതെക്കുന്നത്. ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മുടെ അവിടുത്തെ കേരളയിലുള്ള വീടുകളായിട്ട് ഒരു സാമ്യമുള്ള ഒരു വീട് പോലും എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയില്ല. എല്ലാം അവരുടെ ഒരു സ്റ്റൈലിൽ വേറൊരു രീതിയിലാണ് എല്ലാ വീടുകളും കാണുന്നത്. ഒരു വെറൈറ്റി രീതിയിലാണ്, ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് എല്ലാ വീടുകളും പണിതേക്കണേ. നല്ല ഇതുണ്ടായിരുന്നു, ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ പോണ വഴിക്ക് വലിയ മലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ ഫോണിൽ കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് ഇതാവില്ല, പക്ഷെ ശരിക്കും കാണാൻ നല്ല ഇതുണ്ടായിരുന്നു. നല്ല ഹൈറ്റിലുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. ആ ഹൈറ്റിലൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് കയറി പോണ ട്രെയിനിൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ ട്രെയിനിൽ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളവിടെ കോയമ്പത്തൂർ എത്തിയിട്ടുള്ള കാഴ്ചകളാണിത്. അവിടെ അതിൻ്റെ വഴി കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് കടന്ന് ഇനി ഞങ്ങൾ അവിടുത്തെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ തന്നെ ഒരു നല്ല ഹോട്ടലുണ്ടായിരുന്നു കേട്ടോ. അവിടെ ഞങ്ങൾ വലിയ പ്രതീക്ഷയിലൊന്നല്ല പോയത്. നമുക്ക് ഉറപ്പില്ല നല്ല ഫുഡായിരിക്കണം എന്നൊന്നും അറിയാത്ത സ്ഥലമാണ്. പക്ഷേ ഞങ്ങൾ പൊറോട്ട ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായി അവിടുത്തെ ഫുഡ്. ചോറും ഉണ്ണി ചോറും കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ. ഇനി കോയമ്പത്തൂർക്ക് പോകുമ്പോൾ എന്തായാലും ആ ഹോട്ടലിൽ തന്നെ കയറുള്ളൂ, നല്ല അടിപൊളി ഹോട്ടലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ബസ് കയറിയിട്ട് നമ്മുടെ ആദിയോഗി ഈശോയുടെ അവിടേക്ക് പോകുന്ന ആ ഒരു ക്ലിപ്പാണിത്. എല്ലാ ബസ്സിലും തമിഴിലാണ് എഴുതി വെച്ചേക്കുന്നത് ഫ്രണ്ടിൽ. നമ്മുടെ മലയാളത്തിൽ എഴുതിയ പോലെ തന്നെ. ഒന്നും മനസ്സിലാവണമെന്നില്ല, പക്ഷേ എളുപ്പമായിരുന്നു ബസ് കയറാനായിട്ട്. നമ്മൾ തമിഴിൽ നമുക്ക് കുറച്ചൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതിൽ അവരോട് കണ്ടക്ടർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് കയറിയിട്ട് പോകാൻ പറ്റും. അപ്പോൾ തമിഴ് ഭാഷയിൽ എഴുതിയിരിക്കുന്ന വെച്ചെങ്കിലും ബസ്സിൽ പോകാൻ എളുപ്പമായിരുന്നു. പിന്നെ അവിടെ എത്തിയിട്ട് അവിടെ കാളവണ്ടി ഉണ്ട്. കാളവണ്ടിയിൽ ഈശോയുടെ അമ്പലത്തിൻ്റെ അവിടെ ആ വലിയ ശിവൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ നടന്ന് പോവാം. കാളവണ്ടിയിൽ കയറി പോകുന്നുണ്ട്. 10 രൂപയായിരുന്നു ഇതിന്. കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ആ കാളയാണ് കൊണ്ടുപോയത് അവിടം വരെ. പക്ഷെ തിരിച്ചു പോകുമ്പോൾ കാള ഉണ്ടാവില്ല കേട്ടോ. തിരിച്ച് നേരം വൈകിട്ടാണ്. ഞങ്ങൾ അവിടെ എത്തി തന്നെ 7 മണി ആവാറായപ്പോഴാണ്. അതുകൊണ്ട് ഞങ്ങൾ രാവിലത്തെ കാണാമെന്നൊക്കെ വിചാരിച്ച് പോയതാണ്. പക്ഷേ നേരം വൈകി. അവിടെ എത്തി വന്നപ്പോഴേക്കും അത്യാവശ്യം വഴിയുണ്ടല്ലോ, അപ്പോൾ നേരം വൈകി. 7 മണിക്കാവാറായപ്പോഴേക്കാണ് എത്തിയത്. ഭാഗ്യത്തിന് ആ ലേസർ ഷോ കാണാൻ പറ്റി. അതായിരുന്നു ഏറ്റവും മെയിനായിട്ടുള്ള സാധനം. കാണേണ്ട ആ ഒരു തന്നെയായിരുന്നു ശിവൻ്റെ ദർശനം, ആ ലേസർ ഷോ. അത് ഭാഗ്യത്തിന് കാണാൻ പറ്റി. പക്ഷെ രാവിലത്തെ കാണാൻ പറ്റിയില്ല. എന്തായാലും കുഴപ്പമില്ല, അതെങ്കിലും കാണാൻ പറ്റുള്ളൂ. അതാണ് കാണേണ്ട ഒരു മെയിൻ ഇതായിരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു.
നമ്മളിപ്പോൾ സിനിമയൊക്കെ കാണില്ലേ, നമുക്ക് സിനിമയൊക്കെ കാണുമ്പോൾ രോമാഞ്ചം വരില്ലേ, കുളിരൊക്കെ തോന്നില്ലേ, അതിനേക്കാളൊക്കെ അതൊന്നും ഒന്നുമല്ല ഇതിൻ്റെ മുമ്പിൽ. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത്. എന്തായാലും ഒരു വട്ടം ഒരു മിനിമം എങ്കിലും ഒരു വട്ടമെങ്കിലും എല്ലാവരും ഒന്ന് പോയി ഇത് കാണണം. അത്രയ്ക്കും വെറൈറ്റി ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ മുമ്പിൽ പോയി കഴിഞ്ഞാൽ. എനിക്കിപ്പോൾ ഒരു വട്ടം കണ്ടിട്ടും ഇനിയും പോയി കാണാനായിട്ട് തോന്നുന്നുണ്ട്. Over 15,000 years ago, show me the way.